നമസ്കാരം. ദുരന്ത നിവാരണത്തിലെ വലിയൊരു നുണ കൂടി ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. കേരളത്തിന് 145.6 കോടി രൂപയുടെ ദുരന്ത നിവാരണ സഹായം അനുവദിച്ചു എന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ മലയാള മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ചിലതിൽ 1-ാം പേജിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. ഡൽഹിയിൽ നിന്നുള്ള ആ വാർത്തകളെല്ലാം ഏറെക്കുറെ ഒരേ വിവരമാണ് പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും രേഖകൾ ന്യൂസ് മലയാളം പരിശോധിച്ചു. കേരളത്തിന് വയനാട് ദുരന്തത്തിനായി 1 രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. സെപ്റ്റംബർ 30 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പോലും കേരളത്തിന് പണം അനുവദിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്നു വന്നു കേന്ദ്രം പറഞ്ഞ 145.6 കോടി രൂപ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കണക്കിലെങ്കിലും ഒഴിവാക്കേണ്ടേ കള്ളം. ഒക്ടോബർ 1-നും 2-നുമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: കേന്ദ്രം കേരളത്തിന് ഇപ്പോൾ 145.6 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 31-ന് 291.2 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഇതാണ് വാർത്തകളുടെ കാതൽ. സത്യമായിട്ട് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 31-ന് കേന്ദ്രം ഒരു ചുക്കും കേരളത്തിന് അനുവദിച്ചിട്ടില്ല. പണം അനുവദിച്ചത് ഓഗസ്റ്റ് 1-നാണ്. കാണാം ആ രേഖ. 15 സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിനും തുക. കേരളത്തിന് അനുവദിച്ചത് പത്രങ്ങളുടെ 1-ാം പേജിൽ പറയുന്നത് പോലെ 291.2 കോടി രൂപയല്ല. അതിന്റെ നേർപകുതിയായ 145.6 കോടി രൂപയാണ്. ആ തുക എന്താണെന്ന് മുകളിൽ എഴുതിയിട്ടുമുണ്ട്. ഓരോ വർഷവും കേന്ദ്രം നിർബന്ധമായും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ദുരന്ത നിവാരണ ഫണ്ടിലെ ആദ്യ ഗഡു. കേരളത്തിന് അനുവദിച്ച തുകയല്ല 291.2 കോടി രൂപ. കേരളത്തിന് ഈ വർഷം ചട്ടപ്പടി കേന്ദ്രം നൽകേണ്ട തുകയാണ് അത്. അതിന്റെ പകുതി ജൂലൈ 31-ന് അനുവദിച്ചു. ശേഷിക്കുന്നത് ഡിസംബറിലോ ജനുവരിയിലോ അനുവദിക്കും. അതല്ലാതെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇതുവരെ 1 രൂപ പോലും കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല. അതറിയാൻ ഈ രേഖകൾ മുഴുവൻ പരിശോധിക്കാം. ഇതുവരെ കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്ക് ചട്ടപ്രകാരം നൽകേണ്ട 7,512 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഓരോ സംസ്ഥാനത്തിനും കിട്ടിയതുകൂടി പറയാം. മഹാരാഷ്ട്രയ്ക്ക് 3,978 കോടി, ഉത്തർപ്രദേശിന് 2,388 കോടി, മധ്യപ്രദേശിന് 2,248 കോടി, പശ്ചിമ ബംഗാളിന് 1,248 കോടി, രാജസ്ഥാന് 1,828 കോടി, ഒഡീഷയ്ക്ക് 1,980 കോടി, ഗുജറാത്തിന് 1,635 കോടി, ബീഹാറിന് 1,748 കോടി. ഇങ്ങനെ പോകുന്നു ആ തുക. തമിഴ്നാടിന് 1,260 കോടിയും കർണാടകത്തിന് 960 കോടിയും ആ ഇനത്തിൽ കിട്ടിയപ്പോൾ കേരളത്തിനുള്ളത് 145.6 കോടി രൂപ മാത്രമാണ്. ജനസംഖ്യാനുപാതികമായി തുക വിതരണം ചെയ്യുന്നതിനാൽ ജനസംഖ്യ കുറഞ്ഞ കേരളത്തിന് ഇത്രയേ അർഹതയുള്ളൂ എന്നാണ് കണക്ക്. തത്വത്തിൽ അത് സമ്മതിച്ചാലും വേറെയുമുണ്ട് പ്രശ്നം. ജനസംഖ്യാനുപാതികമായി മാത്രമല്ല ഈ തുക നൽകുന്നത്. ദുരന്തം വിലയിരുത്തി അധിക തുക നൽകാൻ വകുപ്പുണ്ട്. അതനുസരിച്ചും വിവിധ സംസ്ഥാനങ്ങൾക്ക് പണം വാരിയെറിഞ്ഞിട്ടുണ്ട്. കാണാം ആ കണക്കുകൾ കൂടി. കർണാടകത്തിന് അങ്ങനെ കൊടുത്തിരിക്കുന്നത് 3,454.22 കോടി രൂപയാണ്. തമിഴ്നാടിന് അർഹതയുള്ളതിലും അധികമായി 276 കോടി രൂപ നൽകി കഴിഞ്ഞു. സിക്കിമിന് പോലും ലഭിച്ചു 221 കോടി രൂപ കൂടുതലായി. അധികമായി വിതരണം ചെയ്ത 4,018 കോടി രൂപയിൽ 1 രൂപ പോലും കേരളത്തിന് ഇതുവരെയില്ല. അതുകൂടാതെ പതിവ് വിതരണത്തിനുള്ള 7,512 കോടി രൂപയിലും കേരളത്തിന് കിട്ടിയത് 145.6 കോടി രൂപ മാത്രവുമാണ്. ദുരിതാശ്വാസ നിധിയിലെ 2-ാം ഗഡു അനുവദിക്കാൻ പോലും വർഷാവസാനം വരെ കാത്തു നിൽക്കേണ്ടതില്ല. ഈ വർഷം തന്നെ ത്രിപുരയ്ക്ക് 2-ാം ഗഡുവിൽ നിന്ന് 40 കോടി രൂപ കേന്ദ്രം നൽകി കഴിഞ്ഞു. ത്രിപുരയ്ക്ക് നൽകേണ്ട മുഴുവൻ തുകയും ഇതോടെ കൈമാറി. അതുകൂടാതെയും
ത്രിപുരയ്ക്ക് കിട്ടിയത് പിന്നാലെ പറയാം. കേരളത്തിന് നിയമപരമായി സംസ്ഥാന ഫണ്ടിൽ കിട്ടേണ്ട തുകയാണ് 291.2 കോടി രൂപ. ധനകാര്യ കമ്മീഷൻ ശുപാർശ കൂടി അനുസരിച്ചുള്ളതാണ് ഇത്. വയനാട്ടിൽ ആകെ ഉണ്ടായ നാശത്തിന് തുക അനുവദിക്കേണ്ടത് ദേശീയ ഫണ്ടിൽ നിന്നാണ്. കർണാടകത്തിന് 3454 കോടി രൂപ കൊടുത്ത ആ ഫണ്ടിൽ ഇനിയും 40,000 കോടി രൂപ ശേഷിക്കുന്നുണ്ട്. 1 രൂപ പോലും കേരളത്തിന് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ നൽകേണ്ട തുകയെ അനുവദിച്ച തുകയായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. 1ാം ഗഡുവായി നൽകിയ തുക മാത്രമേ നിലവിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ളൂ. അതാണെങ്കിലോ വയനാട് ഉരുൾപൊട്ടലിന് പിറ്റേന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒപ്പം കൈമാറിയ തുകയും. വയനാട്ടിൽ ഉരുൾപൊട്ടിയതുകൊണ്ടല്ല അത് അനുവദിച്ചതും. എല്ലാ മാസവും 1ാം തീയതിയാണ് തുക അനുവദിക്കുന്നത്. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ സെപ്റ്റംബർ 30-ന് കേന്ദ്രം അനുവദിച്ചതായി പറയുന്ന തുക എന്താണ്? സെപ്റ്റംബർ 30-ന് കേന്ദ്രം അനുവദിച്ചത് 675 കോടി രൂപയാണ്. അതിൽ 600 കോടി രൂപയും ഗുജറാത്തിനാണ്, 50 കോടി രൂപ മണിപ്പൂരിനും 25 കോടി രൂപ ത്രിപുരയ്ക്കുമാണ്. ത്രിപുരയ്ക്ക് ആദ്യ 2 ഗഡുവും കിട്ടിയതിനു പുറമെ 25 കോടി രൂപ കൂടി അധികമായി നൽകിയിട്ടുണ്ട്. 675 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞതിൽ 600 കോടിയും പോയത് ഗുജറാത്തിലേക്കാണ്. ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഈ നിമിഷം വരെയുള്ള വസ്തുത ഇത്രയേ ഉള്ളൂ. വയനാട് ദുരന്തം ഉണ്ടായില്ലെങ്കിലും കേന്ദ്രം കേരളത്തിന് നിയമപരമായി നൽകേണ്ട തുക 291.2 കോടി രൂപയാണ്. അതിന്റെ പകുതിയായ 145.6 കോടി രൂപ 1ാം ഗഡുവായി ജൂലൈ 31-ന് അനുവദിക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതിനപ്പുറം വയനാട് ദുരന്തത്തിന്റെ ആശ്വാസമായി 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.